ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പൂരി മസാലയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 5 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നെടുകെ മുറിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വരാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. എല്ലാം കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചാൽ മതി. ഒരുപാട് ഉടഞ്ഞു പോകരുത്, ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം. അപ്പം നമുക്കൊന്ന് ഉടച്ചു കൊണ്ടുവരാം. ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 സവാള, 5 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കുറയ്ക്കാം. 1 കഷ്ണം ഇഞ്ചി. സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 5 സവാള എടുത്തിരുന്നെങ്കിലും ഇപ്പോൾ 4 സവാള മാത്രമേ മുറിച്ചെടുത്തിട്ടുള്ളൂ. പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ ചരിച്ചാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചുമന്ന് വരട്ടെ. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽ മുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയിലോട്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ. ഇപ്പം നേരിട്ട് ഉള്ളിയിലോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ഉള്ളി പെട്ടെന്ന് വഴന്നു വരും. ഇവിടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവാള അങ്ങനെ ഒരുപാട് വഴന്നൊന്നും വരണ്ട കേട്ടോ, ഒരുപാട് മൊരിഞ്ഞൊന്നും വരണ്ട. നമുക്ക് ഈ ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരു കുറുകിയ പരുവത്തിനാണ് ഈ ഒരു കറി ഉള്ളത്. ഇതിന് വേറെ തേങ്ങാപ്പാലോ അങ്ങനെയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. ഇത് കുറുകാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റാക്കുന്നത്. അപ്പം ഇതേപോലെ ആയിരിക്കണേ. ഇതാണ് കറക്റ്റ് പരുവം. ഇതിലേക്ക് നമ്മൾ മറ്റുള്ള പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മറ്റൊരു പൊടികളോ ആഡ് ചെയ്യുന്നില്ല. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണേ. ഇനി ഈ മസാലയൊന്ന് ചൂടായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാമേ. ഈ മസാല ഉണ്ടല്ലോ, പൂരി മസാല ഉണ്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ഈ ഒരു മെത്തേഡിൽ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. മല്ലിയില ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഈ കറിക്ക് പ്രത്യേകിച്ചുണ്ടാവുമേ.
വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും ചെയ്യാൻ പറ്റിയ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, എന്തിൻ്റെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു പൂരി മസാലയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ കമൻറ്റായി പറയണേ. പിന്നെ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.